ഹലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ കൺസീലർ ട്രിക്സിന്റെ ഒരു കാര്യം പറയാനാണ്. അതായത് ഇപ്പൊ എന്റെ കണ്ണിന്റെ അടിഭാഗത്ത് തന്നെ കാണുന്നുണ്ടാവും, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. അതായത് കണ്ണ് കുറച്ച് ഹോളോ ആയിട്ട് ഉള്ളിലേക്ക് ഒരു എനിക്കൊരു ബ്ലാക്ക് കളറിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്, ഓറഞ്ച് കറക്ടർ വെച്ചിട്ട് ആദ്യം കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് കൺസീലർ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതും ഒരു നല്ല ഒരു കാര്യം തന്നെയാണ്. അത് ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കാം. ഇന്നിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്ന 2 ഷെയ്ഡ് ഓഫ് കൺസീലേഴ്സ് എടുത്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നാണ്. അതായത് നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇവിടെ ഈ കാണുന്ന ഈ ലൈനിന്റെ അവിടെ ഞാൻ ലൈറ്റ് കളറും, ഇതിന്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ഭാഗത്തേക്ക് എന്റെ തന്നെ ഷെയ്ഡ്, അതായത് എന്റെ സ്കിന്നിന്റെ ഷെയ്ഡ് ഏതോ അത് ഞാൻ കൊടുക്കാൻ പോയിടും. എന്നിട്ട് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹോളോനെസ് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം ഞാനൊരു ലൈറ്റർ ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഈ ലൈറ്റർ ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഈ ഔട്ടർ റിങ്ങിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഔട്ടർ റിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്റെ സ്കിൻ ടോണിനെക്കാളും ലൈറ്റർ ഷെയ്ഡാണ്. ഇനി ഇതിന്റെ ഈ അകത്തേക്ക്, അതായത് ആ ഡാർക്കർ ഷെയ്ഡ് വരുന്നിടത്തേക്ക് ഞാൻ എന്റെ സ്കിൻ ടോണിന്റെ അതേ ഷെയ്ഡാണ് കൊടുക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ എടുത്തത് ലൈറ്റർ ആണ്, ഇപ്പൊ ഞാൻ എന്റെ സ്കിൻ ടോൺ. ഇത് നമുക്ക് രണ്ടും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ എന്താ റിസൾട്ട് എന്നറിയാലോ. എപ്പോഴും ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ് ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ അതേ ഓൾമോസ്റ്റ് ആ ഒരു കുഴിവ് മാറിയിട്ടില്ലേ. അപ്പോൾ ഇനി ഇതിന്റെ മേളില്, അല്ലെങ്കിൽ ഇതിന്റെ ഈ ഡൗൺ ഇത് മുതലാണ് നമ്മുടെ ഫൗണ്ടേഷൻസ് ഒക്കെ വരുന്നത്. ഫൗണ്ടേഷൻ, പൗഡർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരും. പിന്നെ ഈ കണ്ണിന്റെ അടിഭാഗം എന്ന് പറയുന്ന, നമ്മൾ കണ്ണിന്റെ മേളിൽ ഏത് ഐഷാഡോ യൂസ് ചെയ്യുന്നോ അത് നമ്മളെ ഈ ഒരു വാട്ടർ ലൈനിന്റെ താഴെയും കുറച്ച് യൂസ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സംഭവം ഇങ്ങനെ നമ്മൾ എന്തോ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്തത് മാതിരി എടുത്ത് നിൽക്കില്ല. അപ്പൊ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഓറഞ്ച് കറക്ടറോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മുടെ ഇവിടെ ഉണ്ടെങ്കിൽ ഓറഞ്ച് കറക്ടർ ആവശ്യമാണ്. കാരണം വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ കളറിലുള്ള ഒരു ഷെയ്ഡാണ് അവിടെ വരുന്നത്. അപ്പൊ അതിന് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നതാണ് ഓറഞ്ച്. അപ്പൊ അത് കവർ ചെയ്യാൻ നമുക്ക് ആ ഓറഞ്ച് ഷെയ്ഡ് ആവശ്യമാണ്. കറക്ടർ യൂസ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. പക്ഷെ ഈ ഇത്രയും സാധാ ഒരു ചെറിയ ഒരു ഹോളോനെസ്സും സാധാ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാത്രം ഉണ്ടെങ്കിൽ ഈ ഓറഞ്ച് കറക്ടറിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി മേക്കപ്പ് പ്രോഡക്ട്സ് ലെയർ ചെയ്യുമ്പോൾ ഒരെണ്ണം അവോയ്ഡ് ചെയ്ത് കിട്ടിയാൽ അത്രയും ആ ഒരു കനം കുറയുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്താ നിങ്ങൾക്ക് ഫീൽ ആയെന്ന് ഒന്ന് പറയുക. ഓക്കെ, ബൈ.